वक्रतुण्डाय धीमहि गुरुर्ब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरुवे नमः। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेयकारं प्रणतोऽस्मि सदा। कृष्ण कृष्ण महायोगिन् भक्तानाभयङ्कर गोविन्द परमानन्द सर्वं मे वशमानय। ईश्वराय विद्महे देवाय धीमहि तन्नः सर्वः प्रचोदयात्। साई रामाय विद्महे आत्मारामाय तन्नो പ്രചോദയാത്. കഴിഞ്ഞ ജ്യോതിഷത്തിനെ പറ്റി ഭഗവാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈശ്വരവിശ്വാസം മതി, ജ്യോതിഷ വിശ്വാസം വേണ്ടെന്ന് ഭഗവാൻ ഉപദേശിച്ച കാര്യമാണ്. ആ പാരഗ്രാഫ് വായിച്ചു. സായി സച്ചരിത്രത്തിൽ പ്രസ്താവിച്ച താഴെ കാണുന്ന സംഗതികളും സത്യസായിബാബയെ സംബന്ധിച്ച് വാസ്തവമാണ്. വളരെ ജനങ്ങൾ വിലപിടിച്ചതും ആവശ്യമില്ലാത്തതും ഉപയോഗശൂന്യവുമായ വസ്തുക്കൾ കൊണ്ടുവന്ന് ബാബയെ ബുദ്ധിമുട്ടിച്ചു. ഷിർദി സംസ്ഥാനത്തിലേക്ക് വളരെയധികം ആർഭാട വസ്തുക്കളെ ധനികരായ ഭക്തർ പരപ്രേരണയാൽ കൊണ്ടുവന്നു. ബാബയുടെ ദർശനം സിദ്ധിക്കുന്നതിനോ പുണ്യ ദിവസ ആഘോഷ ചെലവിനോ തീർത്ഥയാത്രകൾക്കോ ആയി കടം ആർജിക്കുന്ന സ്വഭാവം ബാബയ്ക്ക് ഇഷ്ടമേ അല്ല. ഭക്തരുടെ കഷ്ടപ്പാടുകളെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് തക്ക അവസരത്തിൽ അവയെ തടഞ്ഞിരുന്നു. ഭക്തരുടെ പല പല വായ്പകളെ ബാബ നല്ലവണ്ണം മാനിക്കുകയും അവർക്ക് ഇഷ്ടം പോലെ പൂജിക്കാൻ അനുവദിക്കുകയും നൽകുകയും ചെയ്തു. ബാബ എപ്പോഴും കുറ്റം പുറത്തു മാപ്പരുളാൻ തയ്യാറുള്ള ആളായിരുന്നു. ഒരിക്കലും ശുണ്ഠി പിടിച്ചിരുന്നില്ല. ഋജുബുദ്ധിയും ആർദ്രഹൃദയവും ഉള്ളവനും ക്ഷമാശീലനും അനുപമമായ സംതൃപ്തി ഉള്ളവനുമായിരുന്നു. ഭക്തരുടെ ഏവരുടെയും വിചാരങ്ങളെ ബാബ മനസ്സിലാക്കിയിരുന്നു. ചീത്ത വിചാരങ്ങളെ അടക്കുകയും സദ്വിചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഷിർദി ഭഗവാന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരുപാട് ആർഭാട വസ്തുക്കളൊക്കെ ആവശ്യമില്ലാതെ ഒരു ആശ്രമത്തിലേക്ക് ആവശ്യമൊന്നുമില്ലാത്തതൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ച് കൊണ്ടുവരുന്നതാണ്. അല്ലെങ്കിൽ സത്യസായി ബാബയുടെ അടുത്തേക്ക് അങ്ങനെ പറ്റിയിരുന്നില്ല. ഭഗവാൻ അങ്ങനെ ആര് കൊണ്ടുവരുന്ന ഒന്നും സ്വീകരിച്ചിരുന്നില്ല. എന്നിട്ടും ഭഗവാന്റെ സമാധിയുടെ സമയത്തൊക്കെ നോക്കുമ്പോൾ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭഗവാൻ എപ്പോഴും പറയലുണ്ട് അങ്ങനെ കാര്യങ്ങളൊന്നും അവിടെ കൊണ്ടുവരരുത്, ചെയ്യരുത് എന്നൊക്കെ. എന്നാലും ചില ഭക്തരുടെ വിചാരം കാശുകാരായവർക്കൊക്കെ കാശിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പൊ അവർക്ക് ഓരോ വില പിടിച്ച സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുന്നത് ഒരു സ്വഭാവമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാ സ്ഥലങ്ങളിലും അവിടെ പോയാലും ഏത് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, എത്ര കാശാണ്. പക്ഷെ അവർക്ക് കാശിന് ബുദ്ധിമുട്ടില്ല. അപ്പൊ അവരുടെ ചിലര് പ്രശസ്തി കാണിക്കാൻ, ചിലര് ശരിക്കുള്ള ഭക്തി കൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ ഇതൊന്നും അവരെ സംബന്ധിച്ചോടൊപ്പം ഷിർദി ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും ഒരു വിലയില്ല. ഷിർദി ഭഗവാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവര് ആ ഭഗവാൻ നോക്കുന്നത് ഭക്തന്റെ ഭക്തിയും പിന്നെ ഏത് സമയത്തും ആ ഭക്തന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതാക്കാൻ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഷിർദി ഭഗവാനൊക്കെ എപ്പോഴും നോക്കിയിരുന്നത്. പിന്നെ അവർക്കൊക്കെ ചില നിയമങ്ങളുണ്ടല്ലോ ഇതിനൊക്കെ. മുജ്ജന്മ കർമ്മങ്ങളെയൊക്കെ തീരാതെ ഒരാൾക്കും പൂർണ്ണമായ ആ സംതൃപ്തിയിലേക്കോ തൃപ്തിയിലേക്കോ അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്കോ എത്താൻ പറ്റില്ല. ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയുള്ളവരൊക്കെ അതിയായ നിരതിശയമായ ഭക്തിയോട് കൂടിയിട്ടുള്ള ചില എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവാം. ജനറൽ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ തത്വചിന്തയിലെ ശാസ്ത്രമൊക്കെ തെറ്റാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ചില ഉത്തരം പറയാൻ സാധിക്കാത്ത അവസരങ്ങളിലേക്ക് നമ്മൾ സ്തംഭിച്ച് ഉത്തരവൊന്നും പറയാൻ പറ്റാതെ നിൽക്കേണ്ടി വരും. എന്താ ചില ആൾക്കാർക്ക് മാത്രം ഇങ്ങനെ, ഏറ്റവും നല്ല ഭക്തിയും നല്ല രീതിയിലൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് എന്താ അങ്ങനെ വരുന്നത്? ചോദ്യങ്ങൾക്കൊക്കെ എന്തുത്തരം വരാൻ പറ്റും? അതിനുള്ള ഉത്തരമാണ് അതൊക്കെ കർമ്മഫലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും ജീവിച്ചു നടപ്പ് ജന്മത്തിലെ അവരുടെ അനുഭവങ്ങളൊക്കെ അതനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ അനുഭവങ്ങളും കാര്യങ്ങളും ദുരിതവും കഷ്ടമൊക്കെ വരുമ്പോൾ ഈശ്വരഭക്തന്മാർക്ക് സഹിക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ടാവും. അതിൽ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കും. അവർക്ക് അത് മല പോലെ വന്നത് മഞ്ഞു പോലെ ഒരുക്കി പോണ മാതിരിയൊക്കെ അനുഭവപ്പെടും എന്ന കാര്യങ്ങളൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിന് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഷിർദി ഭഗവാനൊക്കെ അങ്ങനെയാണ് ഭക്തന്മാരെ ഓരോ സങ്കീർണമായ അവസ്ഥകളിലൊക്കെ അവരെ കൂടെ നിന്നുകൊണ്ട് അവരെ വേണ്ട ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ധൈര്യം നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ എല്ലാത്തിനൊക്കെ എപ്പോഴും ഒരാൾക്ക് അത് വലിയ ദുരിതം ഈ ജീവിതം മുഴുവൻ ഉണ്ടാവണമെന്നൊന്നുമില്ല. അല്ല, അങ്ങനെ ഉള്ളവരും ഉണ്ട് കേട്ടോ. പക്ഷെ അത് വളരെ വിരള. സാധാരണയില് ജീവിതത്തില്
നല്ല നല്ല സമയങ്ങളും ഉണ്ടാവും, ചീത്ത സമയങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ ചീത്ത സമയങ്ങളായിരിക്കും അധികം ഉണ്ടാവുക, എന്നാലും നല്ല സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് ജീവിതത്തിന്റെ ഒരു രീതിയാണ്. ഈ ലോകത്തിനെ ഒരിക്കലും വിശ്വസിച്ചുകൊണ്ട് ആർക്കും തൃപ്തി ഒന്നും വരില്ല. ലോകഭാവത്തിൽ നിന്ന് മാറുമ്പോൾ മാത്രമാണ് മുഴുവനായി സംതൃപ്തി കിട്ടുള്ളൂ. അത് ആധ്യാത്മികമായ ശക്തിയോടുകൂടി മുന്നോട്ട് പോകണം. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്തിമാർഗമാണ്. ഭക്തിമാർഗത്തിൽ കൂടിയാണ് നമ്മളെയൊക്കെ ഷിർദിബാബയുടെ ഭക്തന്മാരും സത്യസായിബാബയുടെ ഭക്തന്മാരൊക്കെ ഭക്തി വിശ്വാസം അതിൽ കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ എത്ര വലിയ ദുരന്തം വന്നാലും പിടിച്ചു നിൽക്കാനൊക്കെ ഉള്ള ശക്തി ആ ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ട് കിട്ടും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞ ഭക്തന്മാരുടെ കഷ്ടപ്പാടുകളൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ട് തക്ക അവസരത്തില് അതിനെ കണ്ട പരിഹാരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭക്തന്മാരുടെ കാര്യങ്ങളൊക്കെ ഷിർദി ഭഗവാൻ നല്ലവണ്ണം അറിയായിരുന്നു, ഒക്കെ മാനിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് ഇഷ്ടം പോലെ അവർക്ക് ഇഷ്ടമായ രീതിയിൽ പൂജിക്കാനൊക്കെ അനുവാദം കൊടുത്തിരുന്നു. എത്ര വലിയ തെറ്റ് ചെയ്താലും മാപ്പ് കൊടുത്തുകൊണ്ട് പിന്നെയും നേരെയാക്കാൻ നോക്കുന്ന സമ്പ്രദായം ഷിർദി ബാബയ്ക്കും ഉണ്ടായിരുന്നു, സത്യസായി ബാബയ്ക്കും ഉണ്ടായിരുന്നു. ഒരാള് ഒരു തെറ്റ് ചെയ്തു പറഞ്ഞിട്ട് അടിച്ചു പുറത്താക്കലൊന്നുമില്ല. നമുക്ക് കൽപ്പഗിരിയുടെയൊക്കെ ഇത് സത്യസായി ഭഗവാന്റെ കാര്യത്തിൽ നമുക്കറിയാം. അദ്ദേഹം ഒരു കൊലക്കുറ്റമൊക്കെ ചെയ്തിട്ട് ആന്ധ്രയിലെ അവിടെ ഒളിച്ചു വന്നിട്ട് വേഷം മാറിയിട്ട് സന്യാസ വേഷം എടുത്തുകൊണ്ട് പുട്ടപർത്തിയിൽ വന്നിരിക്കുകയായിരുന്നു പിടിക്കാതിരിക്കാൻ. ഭഗവാനെ മനസ്സിലായി. ഭഗവാൻ ദർശന സമയത്ത് വന്നപ്പോൾ പറഞ്ഞു, നീ ഇതൊന്നും ചെയ്യാൻ പാടില്ല, നീ നിന്റെ കുറ്റം സമ്മതിച്ചിട്ട് പോലീസിൽ പോയിട്ട് കീഴടങ്ങിക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം, സത്യത്തിൽ മുന്നോട്ട് പോയിക്കോ. അങ്ങനെ അയാൾ പോയി പറയലും ആളെ ശിക്ഷിച്ചിട്ട് അയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു. അപ്പോ ഭഗവാൻ പറഞ്ഞ കാര്യം നടക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും അവസാനം ഒരു മേഴ്സി പെറ്റീഷൻ കൊടുത്തപ്പോൾ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. ഭഗവാൻ അനുഗ്രഹം അവിടുന്ന് കിട്ടി. പിന്നെ ഒരു വേഷം കെട്ടിയിട്ട് സന്യാസിയായി വേഷം കെട്ടി കുറ്റത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചിരുന്ന ആ മനുഷ്യൻ ഈ ഭഗവാന്റെ ഈ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ശരിയായിട്ടുള്ളൊരു സന്യാസിയായിട്ട് മാറി. ശരിയായ സന്യാസിയായിട്ട് മാറിയിട്ട് ആശ്രമമൊക്കെ വെച്ചുകൊണ്ട് ഇരുന്ന കഥയൊക്കെ അറിയാം. അദ്ദേഹം വാറങ്കൽ ജയിലിലിരിക്കുമ്പോൾ അവിടെ എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും സായി ഭജൻസ് ഗംഭീരമായി നടന്നു എന്നാ പറയണത്. അങ്ങനെ അവിടുത്തെ പല മോശക്കാരായിട്ടുള്ള ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെയും സ്വഭാവത്തിലൊക്കെ കണ്ടമാനം മാറ്റങ്ങൾ ഉണ്ടായി എന്നാ പറയുന്നത്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന് ആ ക്യാപിറ്റൽ പണിഷ്മെന്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങളായിട്ട് വരികയും ചെയ്തു. അവരൊക്കെ അനുഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ലെങ്കിലും കാലക്രമം കൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവരുടെ സങ്കല്പങ്ങളൊക്കെ അവർ നടത്തും. എന്നിട്ട് ഭക്തന്മാരെ അവർക്ക് എന്തൊക്കെ അങ്ങനെ കുറ്റം ചെയ്തു ഇനി വരാൻ പാടില്ല എന്നൊരു തടയൊന്നുമില്ല. നമ്മൾക്ക് അത് നമ്മുടെ സംസ്കാരത്തിൽ ഏതോ കാലത്തുള്ളതല്ലേ. വാൽമീകി രാമായണ മാസല്ലേ. വാൽമീകിയൊക്കെ മഹാമോശമായിട്ട് നടന്നിരുന്ന ഒരു കൊള്ളക്കാരനല്ലേ. വാൽമീകി ചെന്നിട്ട് സപ്തർഷികളെ ബുദ്ധിമുട്ടിക്കാൻ ചെന്നപ്പോഴാണല്ലോ അവർക്ക് ദയ തോന്നിയിട്ട് വാൽമീകിയെ ഒരു മുനിയാക്കി മാറ്റി. നമുക്ക് രാമായണം അദ്ദേഹത്തിൽ നിന്നല്ലേ കിട്ടിയത്. ഇന്നിപ്പോ നമ്മളൊക്കെ ഈ മാസത്തില് എല്ലാ കൊല്ലവും നമ്മൾ വായിക്കുന്ന അധ്യാത്മ രാമായണത്തിന്റെ മൂലഗ്രന്ഥത്തിന്റെ രചയിതാവായിട്ടുള്ള വാൽമീകി മഹർഷി, ശ്രീരാമനെ പറ്റി ഏറ്റവും ആധികാരികമായ എഴുതിയ വാൽമീകി മഹർഷി രത്നാകരൻ എന്നുള്ള ഒരു കൊള്ളക്കാരനല്ലേ, കള്ളനല്ലേ അങ്ങനെ ആയിത്തീർന്നത്. അപ്പൊ അതെല്ലാം ഇവരെ അങ്ങനത്തെ ഈശ്വരീയമായ പ്രകൃതിയുള്ളവർക്ക് അല്ലെങ്കിൽ അവതാരങ്ങൾക്കൊക്കെ അങ്ങനെയാണ് വേണ്ടത്. ഈ രണ്ട് അവതാരങ്ങളും അങ്ങനെയായിരുന്നു. അവര് ചീത്ത വിചാരങ്ങളെയൊക്കെ ഈ ഭക്തനിൽ നിന്ന് അകറ്റിയിട്ട് സദാചാരങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കും. അത് ഒരു മാജിക്കുമായി ഉണ്ടാക്കി കൊടുക്കുന്നല്ല ചെയ്യുക. അവരുടെ സമ്പർക്കം കൊണ്ട്, അവരുടെ ഉപദേശം കൊണ്ട് അവരനുഗ്രഹിച്ചിട്ട് അവര് അതാണ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ദ മൈൻഡ്. ഏറ്റവും വലിയ മിറാക്കിള് അവർ ചെയ്യുന്നതാണ്. മനുഷ്യ മനസ്സുകളെ മാറ്റിയെടുക്കുക. ആ മനുഷ്യ മനസ്സുകൾ വളരെ കഠിന ഹൃദയരായൊക്കെ ദുഷ്ടരും മോശം സംഗതികളൊക്കെ നടന്നിരുന്നവരുടെയൊക്കെ മനസ്സിലേക്ക്
സൽവിചാരങ്ങളൊക്കെ കടത്തിയിട്ട് മൂല്യബോധമുള്ളവരാക്കി മാറ്റാനുള്ള അതാണ് അവർ നടത്തിയ ശ്രുതി ഭഗവാനും സത്യസായി ഭഗവാനൊക്കെ നടത്തിയ ഏറ്റവും വലിയ മിറാക്കിൾ എന്ന് പറയുന്നത്. എത്ര മനുഷ്യന്മാരെയാണ് മാറ്റിയെടുത്തത്. നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഗ്രൂപ്പിലുള്ള പഴയ ആൾക്കാരൊക്കെ അവരൊക്കെ സാധാരണ രീതിയിലാണ് നമ്മളൊക്കെ. എൻ്റെ കാര്യമൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഞാനൊക്കെ അന്നത്തെ മാതിരിയൊക്കെയാണ് നടന്നു പോയിരുന്നെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരാള്, സമൂഹത്തിനും വേണ്ട, ഒന്നും വേണ്ട, അവനവന്റെ കാര്യം മാത്രം നോക്കി എന്തോ ഒരു ജീവിതം ജീവിച്ചു പോകുന്ന ഒരാള് എന്നല്ലാതെ ഈ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം അല്ലെങ്കിൽ ഒരു സദാചാര ബോധവും സാൻമാർഗികയൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധമായിരിക്കുന്ന ഒരാള് എന്ന രീതിയിലൊന്നും എത്താൻ പറ്റുമായിരുന്നില്ല. ഇതിനെല്ലാം കാരണം ഇപ്പൊ എന്നെയൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിലും, എന്നെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ എന്താ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്? അയാളെ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യും, ഒരു സത്യസായി ഭഗവാന്റെ ഭക്തനാണ്, സത്യസായി ഭക്തനാണ്, അങ്ങനെയാ പറയാ. അവര് ഈ സായി ഭഗവാന്റെ ഭക്തരല്ലാത്തവർ കൂടിയിട്ട് ആ സമയങ്ങളിലൊക്കെ അങ്ങനെയാണ് നമ്മളെ അവർ കണ്ടിരുന്നത്. ഒരു മൂല്യബോധമുള്ള, ഒരു ഈശ്വരീയമായ രീതിയിൽ ആധ്യാത്മികമായിട്ട് എല്ലാവരെയും മാറ്റിയെടുക്കുന്നതായിട്ടുള്ള ഒരു അവരൊക്കെ ഒരു ഗുരുവായിട്ടാണ് അവരൊക്കെ കണ്ടിരുന്നത്. അങ്ങനെ അതിലുള്ള പലരുടെയും സ്ഥിതി എന്തായിരുന്നു? അവർക്കൊന്നും ആ ഗുരുവിന്റെ അടുത്തേക്ക് എത്താനോ അതിനനുസരിച്ച് ജീവിക്കാനോ പറ്റാത്തത് കൊണ്ടൊന്നും ഞങ്ങൾക്കൊന്നും അത് പറ്റില്ല, അതിന് ഭാഗ്യം കിട്ടിയവരാണ് എന്നെ പോലുള്ളവർ എന്നൊക്കെയായിരുന്നു അന്ന് ഒക്കെ പലരും പറഞ്ഞിരുന്നത്. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമുക്കൊരു ഭാഗ്യം കിട്ടി, നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഭഗവാനൊക്കെ വരുത്തി എന്ന് നമുക്കൊക്കെ പറയാൻ പറ്റും. ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പറയാൻ പറ്റും, എല്ലാവരും പറയും, 100% പറയും എന്ന് എനിക്ക് ഉറപ്പാണ്. ആ കാര്യമാണ് പറഞ്ഞത്. സായി സച്ചരിതം തുടർന്ന് പറയുന്നു, സായിബാബയ്ക്ക് യോഗാഭ്യാസ മുറകളെല്ലാം അറിയാം. സത്യസായി ബാബയ്ക്കോ തപശ്ചര്യയിൽ ഭഗവാൻ രമണ മഹർഷിയുടെ സഖാവായ സ്വാമി അമൃതാനന്ദൻ സത്യസായി ബാബയ്ക്ക് യോഗാഭ്യാസ മുറകളെല്ലാം അറിയാമായിരുന്നുവെന്നും അദ്ദേഹത്തിന് അക്കാര്യത്തിൽ താൻ പരിചയപ്പെട്ടിരുന്ന എല്ലാ യോഗികളെക്കാളും അധിക ജ്ഞാനം ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. പുട്ടപ്പരുത്തിയിൽ സത്യസായി ബാബ ജനിക്കുന്നതിന് മുമ്പ് തന്നെ രമണ മഹർഷിയും അമൃതാനന്ദവും അനുവർത്തിച്ച യോഗാഭ്യാസ ചര്യകളിൽ ഏതേത് തെറ്റുവരുത്തിയെന്നും ബാബ ചൂണ്ടിക്കാണിച്ചു അത്രേ. ആ തെറ്റുകളാലാണ് അമൃതാനന്ദ സ്വാമിക്ക് നിജരോഗമായ ഏക്കം പിടിപെട്ടതെന്ന് ധരിപ്പിച്ചിട്ടുണ്ട്. വെറും ഗ്രന്ഥജ്ഞാനം കൊണ്ട് മാത്രം ഹഠയോഗം ശീലിച്ചിരുന്ന ഒരു യുവ പരന്ത്രീസുകാരന് ഭാവജല യോഗപാഠങ്ങൾ പ്രായോഗികമായി കാണിച്ചു. തെറ്റായ രീതിയിൽ യോഗാഭ്യാസം ചെയ്തത് നിമിത്തം വന്ന കേടുകളെ പരിഹരിച്ചു കിട്ടുന്നതിന് സത്യസായിബാബയുടെ സന്നിധിയിൽ ജനങ്ങൾ വരാറുണ്ട്. അത് ശരി, നമ്മളൊന്നും ബാബ യോഗാഭ്യാസം ഷിർദി സായിബാബ ചെയ്ത കാര്യങ്ങൾ നമുക്ക് സായി സച്ചരിതത്തിൽ അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ യോഗാഭ്യാസക്കാർക്ക് അറിയാൻ പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ, കയ്യും കാലൊക്കെ അഴിച്ചു തൂക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് സായി സച്ചരിത്ത് പറയുന്നുണ്ട്. ദേഹത്തിലെ പല അവയവങ്ങളും എടുത്തിട്ട് അവിടെയും ഇവിടെയൊക്കെ തൂക്കി വെക്കുക, പിറ്റേന്ന് പ്രവർത്തനത്തിന് വരേണ്ട സമയമാകുമ്പോൾ എടുത്ത് അതെല്ലാം ഫിറ്റ് ചെയ്ത് വരിക, ഒരു മെഷീന്റെ മാതിരി തന്നെ. ആ യോഗാഭ്യാസ മുറകളൊന്നും ഇവിടെ കാട്ടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ അതൊക്കെയും ഷിർദി സായിബാബ ചെയ്തിരുന്നതായിട്ട് നമുക്ക് സായി സച്ചരിത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. സത്യസായിബാബ നമ്മളെങ്ങനെ പരസ്യമായിട്ട് യോഗാഭ്യാസ മുറകള് നമ്മുടെ ഇടയിലൊന്നും കാണിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആരും അതിനെപ്പറ്റി എഴുതിയതായിട്ട് ഓർമ്മ. പക്ഷെ അമൃതാനന്ദ സ്വാമിയുടെ കാര്യം ശരിയാണ്, ഇവിടെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് ഏക്കുണ്ടായിരുന്നു. അത് ആ കാലത്ത് അദ്ദേഹം തെറ്റായി ചെയ്തതിന്റെ ഫലമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വിഭൂതിയൊക്കെ കൊടുത്തിട്ട് അത് അദ്ദേഹത്തിന് മാറി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നു, ഒരു ഓവർസീസ് വേറെ രാജ്യത്ത് നിന്ന് വന്ന ഒരാൾക്ക് യോഗപാഠങ്ങളൊക്കെ പ്രായോഗികമായി കാണിച്ചു കൊടുത്തു. ഗ്രന്ഥജ്ഞാനം കൊണ്ട് മാത്രം ഹഠയോഗമൊന്നും ശീലിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ സ്വാമി പറഞ്ഞ സംഗതികളൊക്കെ ഇവിടെ നമ്മളെക്കാളും എത്രയോ അധികം സ്വാമിയുടെ സ്വന്തം സഹചാരിയായിട്ട് നടന്നിരുന്ന കസ്തൂരി സ്വാമിക്ക് അറിയുന്നവരെ നമുക്കറിയില്ലല്ലോ. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണല്ലോ. അപ്പൊ അദ്ദേഹം ഇത് കൃത്യമായിട്ട് പറയണം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ ഇവർ രണ്ടുപേർക്കും യോഗ മുദ്രകളിലും യോഗ സംഗതികളിലും ഒക്കെ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
സായി സച്ചരിതത്തിൽ കാണുന്ന താഴെ ചേർക്കുന്ന വാക്യം സത്യസായി ബാബയെ സംബന്ധിച്ചും വാസ്തവമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കർത്തവ്യങ്ങളും തുല്യ പ്രധാനങ്ങളാണ്. അദ്ദേഹത്തിന് അഭിമാനമോ അപമാനമോ ഇല്ല. പ്രശാന്ത നിലയത്തിൽ സത്യസായി ബാബയും ഏത് എളിയ ജോലിയും ചെയ്യും. അദ്ദേഹം നിലത്തിരിക്കുന്നു, പായയിൽ ഉറങ്ങുന്നു, വെയിലത്തോ മഴയത്തോ നടക്കാൻ മടിക്കുന്നില്ല. നഗ്നവാദനായി മഞ്ഞുമൂടി ഹിമാലയത്തിൽ കയറുന്നു, സ്വന്തം കാറിൽ തിക്കി തിരക്കി ഞെരിച്ച് ആളുകളെ കയറ്റുന്നു, ഭക്ഷ്യപാനീയങ്ങൾ കൂടാതെ ദീർഘയാത്രകളിൽ ഏർപ്പെടുന്നു, ദരിദ്രരുടെ ഭക്ഷണ രീതി ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പറയുന്നു, എനിക്ക് വേണ്ടി ആരെയും അനാവശ്യമായി പണം ചെലവഴിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഷിർദി ഭഗവാൻ അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാ കർത്തവ്യങ്ങളും തുല്യപ്രധാനമാണ്. അതിൽ ഇൻഫീരിയർ ആയിട്ട് ഒരു കർമ്മം, സുപ്പീരിയർ ആയിട്ടൊരു കർമ്മമൊന്നുമില്ല. എന്തെടുത്താലും അത് പ്രധാനമാണ്. ഞാൻ പലപ്പോഴും വളരെയധികം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സത്യസായി ബാബയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് ചെറിയ പണിയായാലും, വളരെ സാധാരണ പണിയായാലും അത് അങ്ങേയറ്റത്തെ പെർഫെക്ഷനോട് കൂടി ചെയ്യാം ഭഗവാൻ. എനിക്കറിയാം, ലക്ഷ്മാഷ്ക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഇന്റർവ്യൂ തന്നത്. ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയ ഇന്റർവ്യൂ. ഞാനന്ന് അവിടെ എത്തിയിട്ടില്ല. അവിടുന്ന് അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് മൂന്നം മാഷ് ഫോൺ ചെയ്ത് വരാൻ പറയാം, അടുത്ത ദിവസത്തേക്ക് വരണം, ഭഗവാൻ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെയൊക്കെയാണ് ഓടി വന്നതെന്ന് യാതൊരു റിസർവേഷനും ഇല്ല, ഒന്നുമില്ല. ഭഗവാന്റെ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതിലും അമൂല്യമായിട്ട് സാധനം നമുക്ക് കിട്ടാനുണ്ടോ? അത് അറിഞ്ഞപ്പോഴേക്ക് എല്ലാം മറക്കുകയാണ്. അപ്പൊ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അല്ലെങ്കിലോ നമുക്ക് റിസർവേഷൻ വേണം, കടക്കാണ്ട് വരാൻ പറ്റില്ല, അങ്ങനെ അടക്കല്ല. എങ്ങനെയൊക്കെ ഓടിച്ചാടി വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ, എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ നമ്മൾ ഒരുമിച്ച് നടരാജസ്വാമിയൊക്കെ കൂടി ഒന്നിച്ച് കൂടി അവിടെ ഒരു മുറി എടുത്ത് ഞങ്ങള് റിഫ്രഷ് ഒക്കെ ചെയ്ത് ഒരു വാനോ എന്തോ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പുട്ടപർത്തിയിൽ വന്നു. രാവിലെ എത്തിയപ്പോ സ്വാമി വിളിക്കാന്ന് പറഞ്ഞു, വിളിച്ചു. ആ ഇന്റർവ്യൂ സമയത്ത് സ്വാമി ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിരുന്നു. സ്വാമിയുടെ സൈഡിലുള്ള കടലാസൊക്കെ വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണം കടലാസുകൾ, മറ്റേ കടലാസുകൾ, ചില പുസ്തകങ്ങള്, ചില സംഗതികളൊക്കെ. അതല്ല സ്വാമി ഓരോ സമയത്ത് ഇങ്ങനെ കൈകൊണ്ട് അങ്ങോട്ടും കൊണ്ട് ഇളകാൻ പറ്റാണ്ട് ആ ചിട്ടയോടുകൂടി അടുക്കി വെക്കുക. അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഗീത, അന്നത്തെ സ്പിരിച്വൽ കോർഡിനേറ്റർ ആയിരുന്ന മൂന്നം മാഷുടെ ധർമ്മപത്നി ഗീതയ്ക്ക് ഒരു 2 കാതുകളിലേക്കും സ്റ്റഡുകൾ സ്വാമി ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വാമി ഇതിന്റെ ഇടയിൽ നിന്ന് ഒരു കടലാസ് എടുക്കുക. ആ കടലാസ് എടുത്തിട്ട് അതിനെ പകുതിയാക്കി മടക്കി കൈകൊണ്ട് ഇങ്ങനെ ആക്കി ആ പകുതിയിൽ നിന്ന് ഒരു പകുതി മാത്രം എടുത്തു, മറ്റേത് അതേമാതിരി മടക്കി വളരെ സാവകാശം വെക്കേണ്ട സ്ഥലത്ത് വെച്ച് ആ കയ്യിലെടുത്ത പകുതിയെ ഒരു 4 ഭാഗമാക്കി ഇങ്ങനെ മടക്കിയിട്ട് അതിലേക്ക് ഈ സാധനം വെച്ച് എന്തൊരു ഭംഗിയായിട്ടാണ് അതിനെ പാക്ക് ചെയ്തതെന്നറിയാം. അത് പാക്ക് ചെയ്ത് നോക്കി കൃത്യം ഡയമെൻഷനൊക്കെ കറക്റ്റ്. ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് വലിച്ചിടുക, മറ്റേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വലിക്കുക. ഞാനൊക്കെ ആലോചിക്കലുണ്ട്, ഞാനൊക്കെ അത് കൊടുത്തതെങ്കിൽ അത് വെച്ച് ആകെപ്പാടെ ചുറ്റി മടക്കി കൊടുക്കും. നമ്മളതൊന്നും എനിക്ക് തോന്നിയില്ല എപ്പോഴും, നമ്മളൊക്കെ എവിടെ എത്തിയിട്ടില്ല. അവതാര സ്വരൂപങ്ങളുടെ അവരുടേതായ ചിട്ട, അവരുടേതായ പെർഫെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. സ്വാമി അതൊക്കെ വെച്ച് എത്ര ഒരുവിധ സ്പീഡോ ഒരു വിധത്തിലുള്ള ധൃതിയോ ഒന്നുമില്ല ഒക്കെ വെച്ച് അത് വളരെ അങ്ങനെ കൊടുത്ത് എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി ആ വെച്ച സംഗതികളൊക്കെ പിന്നെ ഒരേ മാതിരിയാക്കി വെച്ച് ഉള്ളത്. അതൊക്കെ അതാണ് പറഞ്ഞത്, അവർക്ക് എല്ലാ സംഗതിയും പ്രധാന. ഒന്നും അതെങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ഇല്ല. അവര് വിചാരിച്ചാലും ചെയ്താലും അത് പെർഫെക്ഷനോട് കൂടി ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞത്. അദ്ദേഹം നിലത്തിരിക്കുന്നു, പായയിൽ ഉറങ്ങുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്. അവസാന കാലമാകുമ്പോഴേക്ക് സ്വാമിയെ പിന്നെ കൂടെ നടക്കുന്നവരാരും ഒന്നും സമ്മതിക്കില്ല.
അവര് അപ്പോഴത്തെ സ്വാമിക്ക് വേണ്ട നല്ല കാര്യങ്ങളും നോക്കി നോക്കി നടത്തിയിരുന്നു. സ്വാമിക്ക് സ്വാമിയുടെ ദേഹത്തിന് ക്ഷീണവും ദേഹത്തിന് ചില സൂക്കടുകളൊക്കെ വന്ന കാലങ്ങളൊക്കെ അതിന് അവസാനമൊക്കെ ആവും. അതിനു മുമ്പ് സ്വാമി ഓടി 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 എത്ര പണികളാ ചെയ്യുക. അതും നമ്മുടെ സാധാരണക്കാരനെ പോലെ തന്നെ സ്വാമി കുട്ടപ്പരത്തി മുഴുവൻ ഓടി നടന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും സ്വാമി എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും സ്വാമി വന്ന് നോക്കി എല്ലാം സൂപ്പർവൈസ് ചെയ്ത് ചെയ്തിരുന്ന കാലങ്ങളില്ലേ. നിലത്തിരിക്കും, സ്റ്റെപ്പിന്റെ മുകളിലിരിക്കും, അങ്ങനെ ഒരു കസാര കൊണ്ടുവരണമെന്നോ യാതൊന്നൊന്നുമില്ല. കാറിലൊക്കെ ഇഷ്ടം പോലെ കാറ് കയറ്റും, ആൾക്കാർ എല്ലാവരും സ്റ്റുഡൻസിനൊക്കെ കുത്തി നിറച്ച് കയറ്റി എല്ലാം കൊണ്ടുപോകുന്നു. അതൊക്കെ നമ്മൾ ഒരു കാലത്ത് കണ്ടത് തന്നെയാണ്. അങ്ങനെ അതുമാതിരി ദീർഘയാത്രകളിലൊക്കെ ഭക്ഷണപാനീയങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകും, എവിടെയെങ്കിലേക്ക് ഇരുത്തും, നിലത്തൊക്കെ ഇരുന്നിട്ട് എല്ലാവർക്കും അതൊക്കെ സ്വാമി പകുത്തു കൊടുക്കും. അങ്ങനെ ഇതിൽ പ്രത്യേക ദരിദ്രരുടെ ഭക്ഷണ രീതി ഇഷ്ടപ്പെടുന്നു. സ്വാമിക്ക് ഏറ്റവും അവിടെയൊക്കെ കുറെ കാലം ആ ഗ്രാമത്തിലേക്ക് നമ്മൾ സേവാദാൽസൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് സേവാദാൽസ് പോയിരുന്നു കുറച്ചു കാലങ്ങളിലൊക്കെ. അപ്പൊ ഓരോരുത്തർ പോയിട്ട് സ്വാമി പറഞ്ഞതിനനുസരിച്ചിട്ട് അവർ ചെയ്ത കാര്യങ്ങളുടെ അനുഭവമൊക്കെ പലരും പറയലുണ്ട്. അവരെ എങ്ങനെ നോക്കണം, അവരെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇരുത്തണം. അവിടെ വയസ്സായവരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരാൻ പറ്റില്ല. അവരുടെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് വിളമ്പി കൊടുക്കേണ്ടത്, അതെല്ലാം വളരെ നിഷ്കർഷിച്ച് സ്വാമി പ്രത്യേകിച്ച് ദരിദ്രരായവരുടെ കാര്യത്തില്, പാവങ്ങളായവരുടെ കാര്യത്തില്, അവരുടെ ഭക്ഷണ കാര്യം വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ആളായിരുന്നു ഭഗവാൻ. എത്രയാണ് അന്നദാനം നടത്തിയിട്ടുള്ളത്, എത്ര പേർക്ക്. ആദ്യകാലങ്ങളിലൊക്കെ സ്വാമി എത്ര ആൾക്കാ വിളമ്പി കൊടുത്തിരുന്നത് ഒന്നിച്ച് നിരന്നിരുന്നപ്പോ. പിന്നെ ശരീരം അവതാരമാണെങ്കിലും ശരീരം എന്ന് പറഞ്ഞാൽ ക്ഷീണത്തിനൊക്കെ വശംവദമായതാണല്ലോ. ആത്മാവല്ലേ ക്ഷീണവും മാറ്റങ്ങളും ഒന്നും ഇല്ലാത്തത്. അതൊക്കെ വളരെ ഇദ്ദേഹം എഴുതിയതുമാതിരി തന്നെ നമ്മൾക്കും അനുഭവമുള്ളതൊക്കെ തന്നെയാണ്. താഴെ ചേർക്കുന്ന സംഗതികൾ സായി സച്ചരിത്രത്തിൽ തുടർന്ന് വായിക്കാവുന്നതാണ്. ബാബ അവന്റെ ഹൃദയം മുഴുവനും കണ്ടത് മുഴുവനും പറഞ്ഞു. ബാബയ്ക്ക് ഒരു കമ്പിയില്ല കമ്പി സന്ദേശം കിട്ടിക്കഴിഞ്ഞിരുന്നു. വെറും സ്പർശം കൊണ്ട് മാത്രം ബാബ കുരുവുള്ള മുന്തിരി കുരുവില്ലാതാക്കി തീർത്തു. ബാബ ഭൗതിക കാര്യങ്ങളിലും ആധ്യാത്മിക കാര്യങ്ങളിലും ഒരുപോലെ ഭക്തർക്ക് ഉപദേശം നൽകി. ബാബയ്ക്ക് ജാതിഭേദങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രാണികൾ തമ്മിലും വകുപ്പ് ഭേദം ഉണ്ടായിരുന്നില്ല. ബ്രഹ്മവിദ്യ പഠിക്കുന്നവരെ ബാബ സ്നേഹിച്ചു, അതിൽ അവരെ പ്രോത്സാഹിപ്പിച്ചു. ദുഷ്പ്രവാദം നടത്തുന്നതിനെ ബാബ തന്നെ വെറുത്തിരുന്നു. അത് അമേദ്യം തിന്നുന്നതിന് സമമാണെന്ന് പറഞ്ഞിരുന്നു. ജോലിക്ക് തക്ക കൂലി കൊടുക്കണമെന്നും അത് താമസിക്കാതെ കൊടുക്കണമെന്നുമായിരുന്നു ബാബയുടെ അഭിപ്രായം. സത്യസായി ബാബയെ ദർശിച്ചവരും അദ്ദേഹമായി പരിചയപ്പെട്ടവരുമായ അവർക്കും ഈ കാര്യങ്ങൾ സത്യസായി ബാബയ്ക്കും ഒരുപോലെ ബാധകമാണെന്ന് അറിയാം. സ്വാമിക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ശ്രുതി ബാബയ്ക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരു തുറന്ന പുസ്തകം പോലെ ഭക്തന്മാരോട് പറയാറുണ്ടായിരുന്നു. നമ്മളൊക്കെ അവിടുന്ന് ഒരുപാട് കഥകളില്ലേ സായി സച്ചരിതത്തിൽ. അവരൊക്കെ വരുന്ന കാര്യം തന്നെ സ്വാമിക്ക് അതിന് മുമ്പേ അറിയാം. സ്വാമിയുടെ ദർബാറിൽ വെച്ച് വരും. ഇന്ന് കുറെ അധികം ആൾക്കാർ വരുന്നുണ്ട്. അവര് ഇവിടെ വന്നിട്ട് ആ ഒരു പന്തർപൂരിലേക്ക് പോവും. ഇവിടുന്നാണ് പോവുക, അവരെ കാത്തിരിക്കുകയാണ് ഞാൻ എന്നൊക്കെ ഉള്ളത്. പിന്നെയോ ആദ്യം മുന്തിരിങ്ങ കൊടുത്തപ്പോ അത് കുരുവുള്ളതായിരുന്നു. അപ്പൊ ആദ്യ ഭക്തന് കുരുവുള്ളത് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരു സ്വാമി കുരുവില്ലാത്തതെന്ന് അത്ര നന്നായിരുന്നു പറയുമ്പോ രണ്ടാമത്തെ പ്രാവശ്യം കൊടുത്തപ്പോ അതേ സംഗതിയിൽ നിന്ന് തന്നെ എടുത്തിട്ടാ കൊടുക്കുന്നത്. ആദ്യം കൊടുത്ത അതേ കൊട്ടയിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കുക. അത് എടുത്തപ്പോഴോ അതിലെ കുരുവില്ല. അങ്ങനെയെല്ലാം നമ്മുടെ മനസ്സിൽ നടക്കുന്ന മുഴുവൻ അറിയാമായിരുന്നു. അതാണ് നമ്മുടെയൊക്കെ ഭാവഗ്രാഹി ജനാർദ്ദന എന്നാ പറയുക. ഈശ്വരൻ അല്ലെങ്കിൽ അവതാരങ്ങൾക്ക് അറിയാത്തതൊന്നുമില്ല. നമ്മളെ വിഡ്ഢിത്തരം, നമ്മൾ എന്തൊക്കെ ഉള്ളില് മോശമായിട്ട് വിചാരിക്കുന്നുണ്ടോ അതിൻ്റെ ഒക്കെ പ്രതിധ്വനി അവിടെ ഉണ്ടാവും. അതിനനുസരിച്ചൊക്കെ തന്നെ ആയിരിക്കും അവരുടെ റിയാക്ഷൻസ് പലതും. നമ്മൾ എത്ര കണ്ട് നന്മയും എത്ര കണ്ട് ഓരോരുത്തർക്കും നല്ലത് വരണം എന്ന് വിചാരിക്കുന്നുവോ അത്രയ്ക്ക് നമുക്ക് നല്ലത് വരും. ചിലപ്പോൾ നമുക്ക് ദേഷ്യമോ ഒക്കെ ആയിട്ട് അങ്ങോട്ട് കൊടുക്കാം, ബഹളം കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം, ഇല്ല എന്നല്ല. എന്നിരുന്നാലും ആരെയും പെർമനന്റ് ആയിട്ട് വെറുക്കരുത്.
ആരെയും ദുഷിച്ച് അവരെ വേദനിപ്പിക്കരുത്. ഇതെല്ലാം വളരെ കൃത്യമായ കാര്യങ്ങളാണ്. അതൊക്കെയും ഭഗവാന് നമ്മളോട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തും. ഭഗവാൻ എല്ലാം ഒന്നുമായി തന്നെ. പക്ഷെ നമ്മൾ നേരെയാവാൻ വേണ്ടിയിട്ടും നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തെറ്റായ സംഗതികൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് നമ്മൾ തന്നെ വാങ്ങുകയാണ്, നമ്മൾക്ക് തന്നെ കിട്ടുന്ന. ഭഗവാൻ ശപിച്ചു വരുന്നൊന്നുമല്ല. പക്ഷെ ഭഗവാൻ അതൊക്കെ അറിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്പർശം കൊണ്ട് ബാബ ഭൗതിക കാര്യങ്ങളിലും ആധ്യാത്മിക കാര്യങ്ങളിലും അത് രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. ഭൗതിക അഭ്യുദയം ശ്രേയസ്സം ഒരുമിച്ച് പോകണമെന്നാണല്ലോ നമ്മളെ തത്വചിന്ത പറയണത്. വെറും സ്പിരിച്വലാന്ന് പറഞ്ഞിട്ട് ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ കുടുംബം നോക്കാണ്ടൊക്കെ തോന്നി വെറും ആധ്യാത്മികത എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾക്ക് പുട്ടപ്പരുത്തിയിൽ പോകാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമായി. സ്വാമിയുടെ സമയത്ത് അവിടെ തന്നെ പോരാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് വെച്ചിട്ട് നമ്മൾ സദാസമയം വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ പുട്ടപ്പരുത്തി പോയിരുന്ന കാര്യം എന്തായിരിക്കും? അങ്ങനെ എത്ര പേരോട് അങ്ങനെ വന്നിരുന്നിട്ട് അവിടെ വന്നിരിക്കുന്ന എത്ര പേരെ തിരിച്ചു പറഞ്ഞു വെച്ചിട്ടുണ്ടോ സ്വാമി? അതല്ല ശരി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പിന്നെ ജാതി മതഭേദം ഉണ്ടായിരുന്നില്ല. ഇത് എന്നെയൊക്കെ ഞാനൊക്കെ പഠിച്ചിട്ടുള്ള, ഞാൻ ഭഗവാന്റെ കാര്യത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, മറ്റു ജാതിക്കാരെ വേറെയായിട്ട് കാണുക, അല്ലെങ്കിൽ അവര് നമ്മളെക്കാളും ഇൻഫീരിയർ ആണ് തോന്നുന്ന ഒരു മോശമായ കാര്യം എനിക്ക് ഉണ്ടായില്ല. അല്ലെങ്കിൽ ഉണ്ടാവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സന്യാസം ആണ് ഇപ്പൊ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ, ഞാനിപ്പോ എൻ്റെ ഹിന്ദു ധർമ്മത്തിലാണല്ലോ, എനിക്ക് ആണല്ലോ ഞാൻ ശീലിച്ചു പോകുന്നത്. അതിൽ ഞാൻ ഒരു സന്യാസ മാർഗം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊരിക്കലും ബാക്കിയുള്ള മതസ്ഥരോട് ഒരു വിരോധം ഒന്നും തോന്നുന്നില്ല, തോന്നാൻ പാടില്ല എന്നാണ് എൻ്റെ ഉള്ളിൽ ഉറച്ച വിശ്വാസം. അത് സ്വാമിയുടെ ഇതെന്ന് കിട്ടിയതാ. എല്ലാവരും ഒരുമാതിരി സ്വാമിയെ സംബന്ധിച്ചിടത്തോളം. സ്വാമി പക്ഷെ ഹിന്ദു ഇതിലുള്ളതായതുകൊണ്ട് അവിടുത്തെ ചടങ്ങുകളും ഒക്കെ ഹിന്ദു ഇതിന് പ്രാധാന്യമുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ക്രിസ്മസിന് അവർ വരുമ്പോൾ, ക്രിസ്ത്യാനികൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ട്, മുസ്ലിംസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട്, ബുദ്ധിസ്റ്റുകൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ചെയ്യാനുള്ള എല്ലാ അവകാശവും ഭാവം ചെയ്തിരുന്നു. ഭഗവാൻ ഹിന്ദു ധർമ്മങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് ശരി, അതാണ് ഉന്നതം ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. ആ സർവമത സമന്വയം ഏറ്റവും അധികം കണ്ടിരുന്നിട്ടുള്ള ഒരു ആധ്യാത്മിക കേന്ദ്രമായിരുന്നു ഭഗവാൻ സത്യസായി ബാബയുടെ. അത് തന്നെ, അതാണ് ആ ഒരു വൈശിഷ്ട്യമാണ് പലപ്പോഴും ബാബയെ താഴ്ത്തി കാണിക്കാനും ബാബയോട് ബഹുമാനക്കുറവ് വരുത്താനും ഭഗവാനോട് ഉള്ളിൽ കൂടെ ദേഷ്യം വരാനൊക്കെ ബാക്കി പല സംഘടനകൾക്കും ഉണ്ടായ കാര്യങ്ങൾ. അവർക്കൊക്കെ ആ ഹിന്ദു മതത്തിന്റെ കാര്യം മാത്രം പറയണം, ബാക്കി മതങ്ങളെ പറ്റിയിട്ട് നല്ലത് പറയുന്ന ഇഷ്ടമില്ലാതെ. ഞാനിതിവിടെ തുറന്നു പറയാണ്. കാരണം എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഇവിടെ തുറന്നു പറയാണ്. ഇപ്പൊ വളരെയധികം കൂടി വന്നൊരു കാലഘട്ടമാണിത്. എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന, അങ്ങേയറ്റത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ പുരോഗമിച്ചിട്ടുള്ള ഒരു സമൂഹത്തിൽ ഏറ്റവും അധികം വിപത്തുണ്ടാക്കുന്നതായ മാരകമായിട്ടുള്ള സംഗതി ഇന്ന് മത അനുയായികൾ തമ്മിലുള്ള സ്പർദ്ധയാണ്. അതാണ് ഇപ്പൊ ഏറ്റവും കൂടി വരുന്നത്. പക്ഷെ ഭഗവാൻ ബാബ ഒരിക്കലും അതുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ ആള്. അത് ജീവിതത്തിൽ അനുഷ്ഠിച്ചു തന്ന ആളുമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ഒക്കെ മാതിരി തന്നെ. അപ്പൊ അത് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് അവരാണ് കസ്തൂരി സ്വാമി. പ്രാണികൾ തമ്മിലും വകുപ്പ് ഭേദം ഉണ്ടായിരുന്നില്ല. ഒരു സ്വാമി എത്ര നായ്ക്കളെ എന്ത് വന്നാലും ശരി, ഏത് ജന്തു ആയാലും ശരി, ഏത് ആളായാലും ശരി, അതിനൊക്കെ ഒരേമാതിരി സ്ഥാനമാണ് ഭഗവാൻ കൊടുത്തിരുന്നത്. ഒരു വ്യത്യാസങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്കത് നന്നായിട്ട് അറിയാം. കാരണം വൈറ്റ് ഫീൽഡിലൊക്കെ എത്ര മാനുകള്, അതേമാതിരി നായ്ക്കള്, ഒരുപാട് ഒക്കെ ഇങ്ങനെ കമ്പി കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവര് രാവിലെ സ്വാമി ദർശനത്തിന് വൈകുന്നേരം ദർശനത്തിന് വരുമ്പോൾ ആദ്യം അവരുടെ അടുത്തേക്കാ ചെല്ലുക. അപ്പൊ സ്വാമിയുടെ ദർശനത്തിന്റെ ഏകദേശം സമയമാകുമ്പോഴേക്ക്
ഇവരെല്ലാം അവരുടെ പണിയൊക്കെ നിർത്തി റെഡിയായിട്ട് ഈ റെയിലിങ്സിന്റെ അടുത്ത് വന്ന് നിൽക്കും. നല്ല രസം അത് കാണാൻ. അവരൊരു ശണ്ട കൂടിയ ഒന്നും ചെയ്യില്ല. അങ്ങനെ കൂടി നിന്നിട്ട് മാനുകളും അപ്പുറത്ത് വേറെ പക്ഷികളും ഇവരെല്ലാം ഇങ്ങനെ റെഡിയായിട്ട് നിന്നിട്ട് സ്വാമി ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് മറ്റേ അറ്റത്തിൽ കൂടി വന്നതിന്റെ ശേഷമാണ് വൈറ്റ് ഫീൽഡില് ഇങ്ങോട്ട് വരിക, ദർശനത്തിന് വരിക. അവരോടൊക്കെ സംസാരിച്ച് അവരെയൊക്കെ തൊട്ട് നോക്കിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം. സ്വാമിക്ക് അവരോട് നമുക്ക് നമ്മുടെ അടുത്തൊക്കെ വന്ന് ദർശനത്തിന് മാതിരി തന്നെ അവരുടെ അടുത്ത് കൂടി വന്നത്. ഞാനത് ശരിക്ക് കണ്ടിട്ടുണ്ട്, വളരെ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരാളെ പറ്റി ചീത്ത പറയുക, അപവാദം പറഞ്ഞു വരുത്തുക, ദുഷ്പ്രവാദം പറഞ്ഞു നടത്തുന്നത് തീരെ ഇഷ്ടമായിരുന്നില്ല. നമുക്കറിയാം ശിർത്തി ഭഗവാൻ അദ്ദേഹത്തിന്റെ ഭക്തൻ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പന്നി ഇങ്ങനെ തിന്ന് അമേദ്യം തിന്നുന്നത് കണ്ടിട്ട് നോക്ക് എത്ര സന്തോഷത്തോടെ അത് തിന്നണത്, നിന്റെ മാതിരി തന്നെ എന്ന് പറഞ്ഞു. എന്തായിരിക്കും ആ ഭക്തനപ്പം ഉണ്ടായിട്ടുണ്ടാവുക? നീ ഇതന്നെയല്ലേ ചെയ്യുന്നത്? നീ നിന്റെ സഹോദരങ്ങളുടെ പറ്റിയിട്ട് അപവാദം പറഞ്ഞു നടക്കുന്ന ആളല്ലേ, അതല്ലേ നിന്റെ പ്രധാന ജോലി എന്ന് ചോദിച്ചതോട് കൂടിയിട്ട് അയാളുടെ ആ ചീത്ത സ്വഭാവം ഇല്ലാണ്ടായില്ലേ. അയാൾ പിന്നെ എപ്പോഴെങ്കിലും അത് ചെയ്യോ? അത്രയും കർക്കശമായ രീതിയിലല്ലേ ആ സംഗതി പറഞ്ഞത് അയാളെ നോക്കിയിട്ട്. അങ്ങനെ ഒരു അവസ്ഥ ആരാ ഉണ്ടാക്കുന്നത്? അവിടെ ഒരു പന്നി അമേദ്യം തിന്നുന്നും ഈ ഭക്തനെ തൻ്റെ കൂടെ കൊണ്ടുപോകണമെന്നും ഈ സമയങ്ങളൊക്കെ ഇങ്ങനെ സിങ്ക്രണൈസ് ചെയ്തിട്ട് ആക്കുന്നത് ആരാ? ഭഗവത് സങ്കല്പം തന്നെ. അവർക്ക് അതിനൊക്കെ സാധിക്കും, അവതാര പുരുഷന്മാർക്ക്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ജോലിക്ക് തക്ക കൂലി കൊടുക്കുക. ഒരു പണിയെടുത്താൽ ഇപ്പൊ ശിർത്തി ഭഗവാൻ കൊടുത്താലും ശരി, സത്യസായി ഭഗവാൻ കൊടുത്താലും ശരി, അത് ഏറ്റവും അധികമാവല്ലാണ്ട് ഒരിക്കലും കുറയില്ല. എത്ര ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ ശിർത്തി ഭഗവാൻ എന്തൊക്കെ കൂലിയാ കൊടുത്തിരുന്നു എന്നിട്ട് എല്ലാവരും ചോദിക്കും, എന്താ ഭഗവാൻ ഇതിന്റെ ഒക്കെ എത്രയൊക്കെ വേണ്ടത്? അപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഒരാളൊരു നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിന് തക്കതായിട്ടുള്ള സന്തോഷത്തോടു കൂടിയിട്ടുള്ള ആ പ്രതിഫലം അവന് കൊടുക്കണം, അതാണ് വേണ്ടത് എന്നുള്ള ഉപദേശമൊക്കെ നമ്മൾ ശിർത്തി സച്ചരിത്രത്തിൽ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ശിർത്തി ഭഗവാന്റെ മാതിരി തന്നെ ഈ രണ്ട് അവതാരങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരേ മാതിരി തന്നെയായിരുന്നു. 1958 ഒരിക്കൽ സത്യസായി ബാബയെ കമ്മീഷൻ മുമ്പാകെ വിസ്തരിക്കേണ്ടായി. പൂർവ്വജന്മത്തിൽ ഇതുപോലെ തന്നെ വിസ്തരിച്ചുവെന്നും അപ്പോഴും ഈ ഉത്തരങ്ങൾ തന്നെയാണ് പറഞ്ഞതെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തു പേരും വിളിക്കാമെന്ന് പറഞ്ഞു. എല്ലാ വസ്തുക്കളും എന്റേതാണ്, ഞാൻ എല്ലായിടത്തും വസിക്കുന്നു എന്നല്ല. വേറെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. വക്കീലന്മാരെല്ലാവരും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് മടുത്തു. എങ്കിലും ആധ്യാത്മികം അറിയുന്നവർക്ക് ഈ മറുപടികളെല്ലാം ഒരു അവതാര പുരുഷനുടേതാണ് എന്ന് കരതലാമരകം പോലെ അറിയാം. നമ്മളൊരു കോടതിയിൽ പോയി സാക്ഷിയായിട്ട് നിൽക്കുക, സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ നമ്മളൊക്കെ വിസ്തരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാ പേരുകളും എന്റേതാണ് എന്നായിരിക്കും ഒരു ആധ്യാത്മികമായി ആള് പറയാ. ഇവിടെ അവതാര പുരുഷൻ അതന്നെയാ പറഞ്ഞത്. ഇവിടെ കാണുന്ന എല്ലാ പേരുകളും എൻ്റെ പേരെ തന്നെ. എവിടെയാ താമസം? ഞാൻ എല്ലാ സ്ഥലത്തും താമസിക്കുന്നു, ഞാൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ ചിരിക്കല്ലേ ചെയ്യുക, ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ട്. ആധ്യാത്മിക ജ്ഞാനം ഇല്ലാത്തവർക്ക് ഇത് എന്താ പറഞ്ഞാൽ മനസ്സിലാവും. എല്ലാ വസ്തുക്കളും എൻ്റെ അടുത്താണ്, ഞാൻ എല്ലായിടത്തും വസിക്കുന്നു, ഞാൻ ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല, ഇവിടെ കാണുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ആധ്യാത്മികമായിട്ട് ബ്രഹ്മഭാവത്തിലെത്തിയ ഒരാൾക്കാർ പറയാൻ പറ്റുള്ളൂ. ആ കാര്യങ്ങളാണ് ഇവിടെ കോടതിയിൽ വെച്ചൊരു കമ്മീഷൻ പോയിട്ട് ചോദിച്ചപ്പോൾ ശിർത്തി ഭഗവാൻ എങ്ങനെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അതേ ഉത്തരം തന്നെയാണ് സത്യസായി ഭഗവാനും പറഞ്ഞിട്ടുള്ളത്. അത് ഏതോ ഈ സത്യസേവ സുന്ദരത്തിൽ തന്നെ എവിടെ ഉണ്ട്, ഇനിയും പറയുന്ന എനിക്ക് തോന്നുന്നു. വാസ്തവ സംഗതി എന്തെന്നാൽ അതേ ആത്മാവ് വീണ്ടും പിറന്നതാണ് എന്ന് തന്നെ. ഈ ശരീരം പർത്തിയിൽ ജനിച്ചതാണ് എന്ന് സത്യസായി ബാബ പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ശരീരം പത്രിയിലും. ഈ ജന്മത്തിൽ ഒരു മുസൽമാൻ തന്നെ സ്നേഹിക്കുകയും ഒരു കുട്ടിയെ പോലെ താലോലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജന്മത്തിലും പോയപ്പോയ കുതിരയെ പറ്റിയുള്ള തെളിവ് നൽകി ജനങ്ങളുടെ ശ്രദ്ധയെ തന്നിലേക്ക് ആകർഷിച്ചിരിക്കുന്നു. ഇനിയും പല സാമ്യങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ അത്രേ.
ഈ അവതാരത്തിലും ഏവർക്കും ആ മാതൃസ്നേഹം, ആ വ്യാഖ്യാന ലാഘവം, ആ അഗാധ വിവേകം, ആ സർവലൗകിക വീക്ഷണം, ആ സർവപ്രേമം, ആ സർവന്തര്യാമിത്വം, ആ സർവശക്തി, ഇതെല്ലാം കാണാം. ഇവിടെ അതേ ആത്മാവ് വീണ്ടും പിറന്നതാണെന്നുള്ളതിനോട് എനിക്ക് ശരിയല്ല എന്നാണ് ഞാൻ പറയാ. ഞാൻ പറയാൻ ആരുമല്ല. എന്നിരുന്നാലും എൻ്റെ ഒരു ബോധ്യം, ഈ ശിർജി ഭഗവാന്റെ ആത്മാവാണ് സത്യസായി ബാബ. അവിടെ ആത്മാവൊന്നുമില്ല, അത് ആ പരബ്രഹ്മ ശക്തിയാണ്. ആത്മാവ് ഓരോ ശരീരത്തിൽ കുടിക്കൊള്ളുന്നത് നമ്മളെ മാതിരി കർമ്മഫലങ്ങൾക്കനുസരിച്ച് ജനിച്ചു വരുന്നവർക്കാണ്. ഇവിടെ ശിർജി ഭഗവാനും സത്യസായി ഭഗവാനും കർമ്മഫലങ്ങൾ അനുസരിച്ച് കർമ്മങ്ങൾ വീട്ടാൻ വേണ്ടി വരുന്നവരല്ല. പലപ്പോഴും നമ്മൾ വലിയ വലിയ ആധ്യാത്മിക തത്വങ്ങൾ അടങ്ങുന്ന രാമായണത്തിലും ഭാഗവതത്തിലൊക്കെ ചില സ്ഥലത്ത് വരുന്ന സമയത്ത് ഇതിനൊക്കെ എതിരായ രീതിയിലുള്ള പരാമർശങ്ങൾ പലപ്പോഴും കാണാം. അത് മനുഷ്യപ്രകൃതിയിൽ ഒരു കഥ പറയുമ്പോൾ ഉണ്ടാവുന്ന രീതികളായിക്കൊണ്ടായിരിക്കാം, അറിവില്ലാത്തതുകൊണ്ടായിരിക്കില്ല അത് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുക. അത് ശ്രീരാമന്റെ ആയാലും ശരി, ശ്രീകൃഷ്ണന്റെ ആയാലും ശരി, അങ്ങനെയൊക്കെ ചില പരാമർശങ്ങളൊക്കെ കാണും. ഭാഗവതത്തിൽ അത് വളരെ കുറവാണ്, പക്ഷെ ആധ്യാത്മ രാമായണത്തിലൊക്കെ കണ്ടമാനുണ്ട് അത്തരം ആയിട്ടുള്ള സംഗതികൾ. ഇവിടെ ഒരു ആത്മാവായിട്ട് രണ്ടാമത് ഒരു പുനർജന്മമൊന്നും ആയിട്ടല്ല അത്. ആ ശക്തി സ്വരൂപം പരബ്രഹ്മം ആദ്യം ശിർജി ഭഗവാനായി, പിന്നെ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഈ ദേഹം പോയി കഴിഞ്ഞാൽ അടുത്ത ദേഹമായിട്ട് ഞാൻ വരുന്നതാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. ആത്മാവ് മാറി, ആത്മാവ് എപ്പോഴും ഒന്നും തന്നെയല്ലേ, അതിന് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പം പർത്തിയിൽ ജനിച്ച ഈ സത്യസായിബാബ, ഈ ശരീരം പർത്തിയിൽ ജനിച്ചതാണ് എന്ന് സത്യസായിബാബ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ശരീരം പത്രിയിലും, ശരിയാണ്. അത് ആത്മാവ് എല്ലാവരിലും ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ മാതിരിയുള്ള രീതിക്കല്ല അവരിവിടെ ജനനം എടുക്കുന്നത്. നമ്മൾ കർമ്മഫലങ്ങൾ തീരാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ജ്ഞാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവര് സ്വതവേ സച്ചിദാനന്ദ സ്വരൂപന്മാരാണ്. അവർക്ക് ഇവിടെ ജനിച്ചിട്ട് ജ്ഞാനത്തിലേക്ക് എത്തൊന്നും വേണ്ട. അവര് ഡിസെൻഡാണ്, അസെൻഡ് അല്ല. നമ്മൾക്ക് അസെൻഡ് മുകളിലേക്ക് കയറി പോയിട്ടേ പറ്റുള്ളൂ. നമ്മൾ അതോടുകൂടി താഴത്തേക്ക് ചാടി വരുന്നവരല്ലല്ലോ, എല്ലാ സിദ്ധി വിശേഷങ്ങളോടും കൂടിയിട്ട്. പക്ഷെ അവതാരങ്ങൾ അങ്ങനെയാണ്. ആ ജന്മത്തില് മുസൽമാന്റെ രീതിയാണല്ലോ ഉണ്ടായിരുന്നത്, മുസൽമാന്മാരുടെ കൂട്ടത്തിലും ഒക്കെ ആയിട്ടാണ്. അപ്പോ ഇപ്പോഴും ആ മുസൽമാനാണല്ലോ അദ്ദേഹത്തിനെ എടുത്ത് വളർത്തിയതൊക്കെ ആദ്യകാലത്തൊക്കെ. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. ആ ജന്മത്തിൽ ഒരു കുതിരയുടെ പിന്നാലെ പോയിട്ടുണ്ട്, ഈ ജന്മത്തിലും അങ്ങനെ ഒരു കുതിരയെ പറ്റിയിട്ടുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഇതിൽ പറയുന്നത്. അങ്ങനെ പല സാമ്യങ്ങളും ഉണ്ട് ഇതിൽ പറയുന്ന. ഈ എഴുതിയ സമയത്തുള്ള ചിലത് പറഞ്ഞു, ഇനി ഇതേമാതിരി പല സാമ്യങ്ങളും കാണാം എന്ന് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇവിടെ. ഇത് എഴുതിയ കൊല്ലത്തെ കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലങ്ങളായില്ലേ ഇപ്പോ. ശ്രുതി ഭഗവാന്റെ മാതിരി പല സാമ്യങ്ങളും കാണാം എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ജീവിത രീതിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ സാമ്യത നമുക്ക് പറയാൻ പറ്റില്ല. അതല്ല, ബാക്കിയുള്ള സ്വഭാവ വിശേഷങ്ങളും സംഗതികളൊക്കെ ഉണ്ടായിരുന്നത്. ജീവിതക്രമങ്ങളെ നോക്കുമ്പോൾ ശ്രുതി ഭഗവാൻ എന്ന് പറഞ്ഞാൽ വളരെയധികം വളരെ ലളിതമായിട്ടുള്ള, മേലൊക്കെ അവിടെയും ഇവിടെയും കറയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് എപ്പോഴെങ്കിലും ഒരിക്കലും കുളിച്ചിട്ടൊക്കെ വരുന്ന, അങ്ങനെയല്ലല്ലോ സത്യസായിബ. ക്രിസ്ത്യൻ ക്ലിയർ അല്ലേ. ഒരു ചെറിയ ഒരു ഇതിന്റെ മാലിന്യത്തിന്റെ കാര്യം അദ്ദേഹത്തിന്റെ ഡ്രസ്സിലോ എവിടെയും കാണാൻ പറ്റുമോ? ശ്രുതി ഭഗവാൻ അങ്ങനെയല്ലല്ലോ, ഒരു പ്രാകൃത ഭാവത്തിലൊക്കെ അല്ലേ ഇരിക്കുകയൊക്കെ ചെയ്യുക. സത്യസായി ബാബ അങ്ങനെയല്ലല്ലോ, ക്ലീൻ ഷേവ് ആയിട്ട് ഒരു ലേശം പോലും രോമൊന്നും ഷേവ് ചെയ്യാതെ കാണുകയും ഒന്നും ശരിയാകും. പിന്നെയോ വരുമ്പോഴൊക്കെ നല്ല വാസന ഉണ്ടാവും. ശ്രുതി ഭഗവാൻ എവിടെ ഇരിക്കുക, എവിടെ കാണുന്നിടത്ത് കയറിയിരിക്കുക ചെയ്യുക. പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ജീവിതശൈലി തന്നെ വളരെ വ്യത്യാസമല്ലേ. ഭഗവാൻ സത്യസായി ബാബ ആദ്യകാലങ്ങളിൽ കുറെയൊക്കെ ആണെങ്കിൽ പിന്നെ കാലങ്ങളിലൊക്കെ ഒരു ലക്ഷറി സ്റ്റൈൽ തന്നെയായിരുന്നു. കാരണം അതുണ്ടാവും. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയായിരുന്നു, ഭഗവാൻ രാമൻ എങ്ങനെയായിരുന്നു,
അവർക്കൊക്കെ ഐശ്വര്യം സ്വതമേ തന്നെ വന്നു ചേരുന്നതാണ്. ശ്രുതി ഭഗവാൻ അതിനെല്ലാം തള്ളിക്കളഞ്ഞ ആളായിരുന്നു. അദ്ദേഹം ഒരു അവധൂത മാർഗമായിരുന്നു, ഒരു ഗുരുഭാവമായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു. അത് പിന്നെയും ബാക്കി പല കാര്യങ്ങളിലും അങ്ങനത്തെ സാമ്യത ഉണ്ടായിട്ടുണ്ടാവാം. അത് പ്രത്യേകമായിട്ട് എനിക്ക് വളരെ കോൺസ്പിക്വസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് അങ്ങനെ ഉള്ള അനുഭവമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ സാർവലൗകിക വീക്ഷണം, സർവപ്രേമം, അഗാധ വിവേകം, ആഖ്യാനലാഘവം, മാതൃസ്നേഹം, സർവപ്രേമം, സർവാന്തര്യാമിത്വം, സർവശക്തി, ഇതെല്ലാം കറക്റ്റ്. ഇതെല്ലാം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അതിന് സംശയമില്ല. രണ്ടുപേർക്കും എന്ന് പറഞ്ഞാൽ മറ്റേത് കണ്ടനുഭവിച്ചതും അല്ല, നമ്മൾ വായിച്ച് അനുഭവിച്ചതാണ് ചില കാര്യങ്ങളൊക്കെ. പക്ഷെ സത്യസായി ബാബയുടെ കണ്ടനുഭവിച്ചതാണ്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നേർക്ക് നേര് അറിഞ്ഞ സംഗതികളാണ് സത്യസായി ബാബയുടേതായിട്ടുള്ള കാര്യങ്ങൾ. സർവലൗകികത്വവും സർവപ്രേമവും ആഖ്യാനരാഘവും ഒക്കെ സർവാന്തര്യാമിത്വം നമ്മൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. സർവാന്തര്യാമിത്വം എന്നൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോ എന്നോട്, ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചു വന്നപ്പോ ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു പ്രൊഫസർ, അദ്ദേഹത്തിന് ഞാൻ കണ്ടു പരിചയമുണ്ട്, ഞാൻ അദ്ദേഹമായിട്ട് അടുത്ത് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പൊ ഇന്നലെ കാളിദാസന്റെ രഘുവംശത്തിലെ ഒരു കവിത, അതിനെ പറ്റിയിട്ട് ഒരു ശ്ലോകത്തിനെ പറ്റിയിട്ട്, ആ ശ്ലോകം എന്താ വെച്ചാല്, വാക്കും അർത്ഥവും ഏതുമാതിരി അഭേദ്യമായിട്ട് നിലകൊള്ളുന്നുവോ അതുമാതിരി അഭേദ്യമായി നിലകൊള്ളുന്നതായിട്ടുള്ള ശിവപാർവതിമാരെ എന്റെ വാക്കും അർത്ഥവും എല്ലായ്പ്പോഴും സമരസ്യപ്പെട്ടുകൊണ്ട് വരുത്താനായിട്ട് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്ന അതിപ്രശസ്തമായിട്ടുള്ള ഒരു കാളിദാസ ശ്ലോകത്തിന്റെ കാര്യം, അതിനെ പറ്റിയിട്ട് ഒരു പരാമർശം ഉണ്ടായി. അപ്പോ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഇന്ന് രാവിലെ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ഫോണിൽ വിളിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങേ ചിരിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയൊന്നും ചെയ്തില്ല എന്ന് പോകുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങേ എനിക്ക് നന്നായിട്ടറിയാം, അങ്ങ് ഒരു മഹാഭാഗ്യവാനാണ്. എന്നോട് പറയാ, അങ്ങ് ഭഗവാൻ സത്യസായി ബാബയുടെ വളരെ അടുത്ത ആളായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങക്കത് തോന്നുകയാണ്, ഞാൻ വളരെ അടുത്ത ആളൊന്നും ആയിരുന്നില്ല. ഞാൻ ഒരു ഭഗവാന്റെ അങ്ങേയറ്റം വിശ്വസിക്കുന്ന, എന്ത് കാര്യമായാലും സ്വാമി എന്ന രീതിയിലേക്കുന്ന ഒരാളാണ്, അത് സംശയമൊന്നുമില്ല. സ്വാമിക്ക് വേണ്ടി എന്ത് വേണമെങ്കിൽ തിരസ്കരിക്കാൻ റെഡിയായ ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചതും സ്വാമി തന്നെയാണ്. ഞാൻ എങ്ങനെയൊന്നും ആയിരുന്നില്ല, ആയതും സ്വാമി തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ സുസൂക്ഷ്മം വാച്ച് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും. അങ്ങ് സംസാരിക്കുന്ന രീതി, അങ്ങ് പറയുന്ന കാര്യങ്ങൾ എല്ലാം ആ ഗുരുവിൽ നിന്ന് നേടിയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയായിരുന്നു. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം നമ്മളെ അനുഗ്രഹത്തില് ഭഗവാന്റെ കൂടെ നമ്മളിനൊപ്പം ഉണ്ടാവുന്ന അനുഗ്രഹങ്ങളാണ്. ആധ്യാത്മികം എന്താ വെച്ചാൽ ഈ സാർവലൗകിക വീക്ഷണം, മാതൃസ്നേഹം, ആഖ്യാനലാഘവം എന്ന കാര്യമാണ്. ഇപ്പൊ നമ്മള് ഒരു കാര്യം കേട്ടപ്പോ ആ കാര്യം കേൾക്കുമ്പോൾ അത് പറയിപ്പിക്കുന്ന ആരാണ്? നമ്മളെ ഭഗവാൻ. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു സിംബോസിയത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്ന ആശയങ്ങൾ, ആ ആശയം എൻ്റെ ഒരു ഭക്തൻ ഒരു ഭാഗത്ത് അവൻ വന്നിരുന്നാൽ അവൻ മോശമാവാൻ പാടില്ല. അത് ഭഗവാന്റെ സങ്കല്പം. അവന് ചീത്തപ്പേരുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ നമ്മളിലേക്ക് ചെലുത്തുന്ന ചില ആശയങ്ങൾ, കാര്യങ്ങൾ പലപ്പോഴും അത് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാനൊക്കെ. അത് സർവപ്രയമാണ്. ആ സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ എല്ലാം കാണുന്നു, കേൾക്കുന്നു. വരുന്ന തക്ക അവസരങ്ങളില് ഒരു മഠകനായ ഒരാളാണെങ്കിൽ പോലും അയാളിലേക്കും അയാൾ താണവനാവരുത് എന്ന രീതിയിൽ അയാളെ പൊക്കിക്കൊണ്ടുവരും.
അതാണ് സാർവലൗകിക വീക്ഷണവും സർവപ്രേമവും ആഖ്യാനലാഹവും മാതൃസ്നേഹവും. ഒരമ്മ ഒരു സ്വന്തം കുട്ടിയെ ആ കുട്ടിയുടെ ദുരിതം ഉണ്ടാവാനോ കഷ്ടം ഉണ്ടാവാനോ അല്ലെങ്കിൽ മോശക്കാരനാവാനോ സമ്മതിക്കുവോ? ഒപ്പം നിൽക്കില്ലേ? അതേമാതിരി തന്നെയാണ് ഭഗവാൻ സത്യസായി ബാബ, സംശയമൊന്നുമില്ല. നമ്മൾ മുഴുവനായിട്ട് വിട്ടുകൊടുക്കണം. മുഴുവനായിട്ട് വിട്ടുകൊടുത്താല് ഭഗവാൻ നമ്മളെ വിടില്ല. പിന്നെ നമ്മളുടെ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കൊക്കെ ഉള്ള ഒരു രക്ഷ എന്താ? നമുക്ക് തോന്നുന്നുണ്ട് സ്വാമി എൻ്റെ തോളത്ത് കൈവച്ചിട്ടുണ്ട്. ഈ കടുത്ത പാതയിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാമി കൂടെ ഉണ്ട്. ഞാനൊരു ഒരു സ്വാമിയുടെ ഒരു അനുഭവകഥ എനിക്ക് ഓർമ്മ വരിക. ഒരു ഭക്തൻ, വലിയ അടുത്ത ഭക്തനാണ് സ്വാമിയുടെ. അടുത്ത ഭക്തൻ പല അധിക സമയം അദ്ദേഹത്തിന് സ്വാമിയുടെ പ്രസൻസ് അറിയാം, സ്വാമി കൂടെ ഉണ്ട് എന്നറിയാം. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കൽ സ്വാമിയുടെ അടുത്ത് വലിയ ഒരു ദുരന്തത്തിൽ കൂടെ പോയി. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്തതിൽ അപ്പുറമായ ദുരന്തം. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി സ്വാമി എൻ്റെ കൂടെ നിന്നില്ല. അപ്പൊ അദ്ദേഹം പുട്ടപ്പർത്തിയിൽ പോയി അദ്ദേഹത്തിന് ഇന്റർവ്യൂ വിളിച്ചു. കുറച്ച് കാലം എടുത്തത്. എടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, സ്വാമി, എൻ്റെ ജീവിതത്തില് സ്വാമി വന്ന മുതൽക്ക് എനിക്ക് ശരിയായൊരു മാപ്പ് ഉണ്ട്. ഞാൻ ഏതൊക്കെ സ്ഥലങ്ങളിൽ കൂടെ നടന്നിങ്ങനെ പോയതൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മ ഉണ്ട്. ഞാൻ അങ്ങനെ സുഖിച്ച് സന്തോഷിച്ച് പ്രൊമോഷനൊക്കെ കിട്ടി വലുതായി 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 വരുമ്പോഴൊക്കെ എൻ്റെ കൂടെ സ്വാമി ഉണ്ടായിരുന്നു, എനിക്ക് ഉറപ്പാ. എന്നാലോ ഇപ്പോ അതിഗംഭീരമായിട്ട് ഞാനൊരു ദുരന്തത്തിൽ കൂടെ, മരണതുല്യമായൊരവസ്ഥയിൽ കൂടെ ഞാൻ മുന്നോട്ട് നീങ്ങിയപ്പോ സ്വാമി എൻ്റെ അടുത്ത് ഉണ്ടായില്ല അല്ലേ, എന്നെ നോക്കിയില്ല അല്ലേ സ്വാമി. അപ്പൊ സ്വാമി എന്നെ വിട്ടില്ലേ? എനിക്ക് നല്ല സമയം ഉണ്ടായപ്പോ സ്വാമി എൻ്റെ കൂടെ വന്നു അല്ലേ ചോദിച്ചപ്പോ സ്വാമി പറഞ്ഞത്രേ, നിന്റെ മാപ്പ് തെറ്റി. നീ അന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് ദുരന്തം വന്നപ്പോ നീ എന്നെ കണ്ടില്ല അല്ലേ? ഇല്ല സ്വാമി, എന്നെ കൂടെ ഉള്ളതാ എനിക്ക് തോന്നിയത്. ഞാൻ നിന്നെ എടുത്തിരിക്കുകയായിരുന്നു. എൻ്റെ ചുമലിൽ ഞാൻ നിന്നെ കടത്തിയിട്ട് ആ ദുരന്തത്തിന്റെ ഉള്ളിൽ കൂടെ ഞാൻ ഇങ്ങനെ മുഖം താഴത്തേക്കാക്കിയിട്ട് കുട്ടൻകാറ്റിൽ കൂടെ എങ്ങനെയാ മുന്നോട്ട് പോവുക, അങ്ങനെ മുന്നോട്ട് നിന്നെ എടുത്തുകൊണ്ട് പോവായിരുന്നു. കാരണം നിനക്ക് ഒറ്റയ്ക്ക് അതിലെ പോവാൻ സാധിക്കില്ല, നീ വീണു പോകുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് നിന്നെ ഞാൻ എടുത്തു. അപ്പൊ നിനക്ക് എന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല, ശരിയാണ്. നിന്റെ അവിടേക്കും കാറ്റും കോളും ഒക്കെ നിന്റെ മുഖത്തൊക്കെ അടിച്ചിട്ടുണ്ടാവും. അങ്ങനെ എടുത്തിട്ട് അത് കഴിഞ്ഞ് നിന്നെ അപ്പുറത്തേക്ക് നിർത്തിയപ്പോ നിനക്ക് തോന്നി അപ്പൊ ഞാൻ വന്നു എന്നല്ലേ? അപ്പൊ നിനക്ക് ഏറ്റവും ദുഷ്കരമായ അവസരത്തിൽ ഞാൻ വന്നില്ല എന്ന് നിനക്ക് തോന്നിയല്ലേ? ഇതാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മുടെ കൂടെ സ്വാമി എപ്പോഴും ഉണ്ടാവും. പക്ഷെ അതിദുഷ്കരമായ അവസ്ഥയിൽ നമ്മളെ എടുത്തു നടക്കുമ്പോൾ നമ്മൾക്ക് ആ ദുഷ്കരത്തിൽ കണ്ണൊക്കെ നമ്മൾ ചേമ്മിപ്പോകുന്ന സമയത്ത് സ്വാമി കണ്ടില്ല എന്ന് തോന്നുമായിരിക്കാം. നല്ല അവസരങ്ങളിൽ സ്വാമി കൂടെയുള്ള എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. സ്വാമി ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടാവില്ല. സ്വാമി എപ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് മുഴുവനായിട്ടും സ്വാമിക്ക് സമർപ്പിച്ചെങ്കിൽ, നമ്മൾ കുറേ നേരം നാമം ചൊല്ലിയെന്നോ, കുറേ നേരം ധ്യാനം ചെയ്തു, കുറേ നേരം എന്തൊക്കെയോ സേവാപ്രവർത്തനം നടത്തിയെന്നോ, ഇതിനൊന്നുമല്ല പ്രാധാന്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കാം. നമ്മുടെ മനസ്സിന്റെ ആ സ്ഥിതിയാണ് ഏറ്റവും പ്രധാനം. ഈ സ്വാമിക്ക് അറിയാത്തതൊന്നുമില്ലെന്നും സ്വാമി സർവാന്തര ഓംനിപൊട്ടന്റ് ഓംനിഷ്യൻ ഓംനിപ്രസന്റ് ആണ് എന്നതിനെ മുഴുവനുമായിട്ടൊരു തരി പോലും അവിശ്വാസമില്ലാത്ത വിശ്വാസം. എന്തിനും ഏതിനും എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ എനിക്ക് വരുന്നതായിട്ടുള്ള പല ദുരിത കഷ്ടങ്ങളൊക്കെ എൻ്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടാണെന്നും അത് എന്നെ കൊണ്ട് ഭഗവാൻ അടുത്തു നിന്ന് തീർക്കുകയാണെന്നും ഉള്ളതായ ആ പരമബോധ്യവും എൻ്റെ ഭഗവാൻ എന്നെ ഒരിക്കലും വിടില്ല എന്ന ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരുടെ കാര്യം 100% മരണമല്ലല്ലോ ഏറ്റവും അല്ലെ, മരിക്കുക എന്ന് പറഞ്ഞ് പേടിക്കല്ലല്ലോ വേണ്ടത്. നമ്മുടെ ജീവനെ എടുത്ത്
ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന അവസരം വരെ കൂടെ നിൽക്കലാണല്ലോ ഭഗവാനെ നമ്മൾക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ഒരു വിശ്വാസത്തോടു കൂടി പോകുന്ന ഭക്തന് നേടാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മൾ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നേടാൻ പറ്റില്ല എന്ന് വെച്ചാൽ തെറ്റാണ്. ഇങ്ങനെയുള്ള മനസ്സോട് കൂടിയ ആ ഭക്തന് സ്വാമി ജ്ഞാനം നമുക്ക് സങ്കല്പിച്ചു തരും. എത്ര വേദാന്തങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കുന്നതായിട്ടുള്ള ആ ജ്ഞാനത്തിനെ ഭഗവാൻ നമുക്ക് ഒരു കരതലാമലകം പോലെ നമ്മുടെ മുമ്പിൽ വെച്ചു തരും. ഈ ഭാവത്തോടുകൂടി പൂർണ്ണമായിട്ട് സ്വാമിയെ സമർപ്പിച്ചിട്ടുള്ള ഭക്തന് അത് നേടാൻ സാധിക്കും. ഇത് വായിച്ചൊക്കെ പോയപ്പോ ഈ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ഇപ്പൊ തോന്നിയത് ഞാൻ അത് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. സായിരാം, നമ്മുടെ സമയം ഏകദേശമായി. വായനയിൽ കൂടെ നമ്മൾ പല പല ആധ്യാത്മിക തത്വങ്ങളെ അങ്ങനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോക്കുന്നത് ആരാ? ഭഗവാനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മുടെ മുന്നിലേക്ക് നയിക്കുന്നത്. ആ ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സുഖവും ശാന്തിയും സമാധാനവും കൊടുക്കണേ സ്വാമി എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ഈ ആഖ്യാനം ഇവിടെ ഉപസംഹരിക്കട്ടെ. സായിരാം.